എയിംസിൽ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ, പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്നീ കോഴ്സുകളുടെ ബേസിക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. ഈ വീഡിയോയിൽ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ്, എലിജിബിലിറ്റി, ഇതിൻ്റെ സിലബസ്, എക്സാം പാറ്റേൺ, പാരാമെഡിക്കൽ കോഴ്സസ് ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബേസിക് രജിസ്ട്രേഷൻ ഏപ്രിൽ 8 മുതൽ മെയ് 7 വരെയാണ്. അതിനുശേഷം കോഡ് ജനറേഷൻ 17 ഏപ്രിൽ ടു 15 മെയ് ആണ്. ഇതിനിടയ്ക്ക് കോഡ് ജനറേഷൻ നിങ്ങൾ കോഡ് ജനറേറ്റ് ചെയ്തതാണ്. ഈ കോഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ രജിസ്ട്രേഷൻ, അതായത് ആ ടൈം പീരീഡിനുള്ളിൽ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 28 ജൂണാണ്, അതായത് എക്സാം നടക്കുന്ന ആ ദിവസം. അതിന് മുമ്പ് തന്നെ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അതേ സൈറ്റിൽ നിന്നാണ് അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്യേണ്ടത്. www.aimsexam.in.ac ഈ സൈറ്റിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും കോഡ് ജനറേറ്റ് ചെയ്യേണ്ടതും ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതും. ഇതിൻ്റെ എലിജിബിലിറ്റി മെയിൽ, ഫീമെയിൽ ഈ ബോത്ത് കാൻഡിഡേറ്റ്സിന് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് എടുത്ത് +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ 50% മാർക്സ് ജനറലിനും 45% മാർക്ക് SC ST കാറ്റഗറിക്കും വേണ്ടതാണ്. ഏജ് ലിമിറ്റ് 17 ഇയേഴ്സ്, ഡിസംബർ 31, 2025 കംപ്ലീറ്റ് ആയിരിക്കണം. നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. NRIയും OCIക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ജനറലിന് 1500ഉം SC STക്ക് 1200ഉം PWD അതായത് ഡിസബിലിറ്റി ഉള്ളവർക്ക് നില്ലുമാണ്. പാരാമെഡിക്കലിൻ്റെ സിലബസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജനറൽ ഇംഗ്ലീഷാണ്. ഈ സിലബസ് BSc നഴ്സിംഗിൻ്റെ അതേ സിലബസ് തന്നെ ബേസ് ചെയ്താണ് പാരാമെഡിക്കലിനും CBT എക്സാം നടക്കുന്നത്. സിലബസുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാം പാറ്റേൺ ഇത് CBT എക്സാമാണ്. ഇതിന് 90 MCQs, 90 മാർക്സ്, 90 മിനിറ്റ്സ്. ഇംഗ്ലീഷ് മാത്രമാണ് എക്സാം നടക്കുന്നത്. ഇതിൻ്റെ മാർക്കിംഗ് സ്കീം 1 മാർക്ക് ഫോർ എവറി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറിന് 1 മാർക്കും 1/3 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. ഇൻകറക്റ്റ് റെസ്പോൺസിന് 0 മാർക്ക്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലെങ്കിൽ അതിന് 0 മാർക്കാണ്. മോർ ദാൻ 1 റെസ്പോൺസ് അത് നെഗറ്റീവ് മാർക്കാവും. എങ്ങനെയാണ് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് മോസ്റ്റ് ഓഫ് ദി ടൈം നിങ്ങൾക്ക് റിജക്റ്റ് ആകുന്നത്. അതുകൊണ്ട് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന അതേ സൈസിലും അതേ ബാക്ക്ഗ്രൗണ്ടിലുമാണ് വേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. നിങ്ങൾ ക്യാമറയും കൊണ്ട് അല്ലെങ്കിൽ മൊബൈലും കൊണ്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ആ സൈസ് അനുസരിച്ച് ക്രോപ്പ് ചെയ്ത് സിസ്റ്റത്തിൽ സേവ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ 3.5 സെൻറ്റിമീറ്റർ × 4.5 സെൻറ്റിമീറ്റർ എന്ന് ചെറിയൊരു ബോക്സ് ഡ്രോ ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് എടുക്കേണ്ടതാണ്. സ്കാൻ ചെയ്യുമ്പോൾ ഫോട്ടോ സ്റ്റിക്ക് ചെയ്ത പാർട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഫേസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. അതായത് ഐസ്, ഇയേഴ്സ് ഇതൊക്കെ ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. സൈസ് 50 × 100 KB ആയിരിക്കണം. ഇമേജ് JPG, JPEG, GIF ഓർ PNG ഫോമാറ്റിൽ സേവ് ചെയ്തതായിരിക്കണം. ഫോട്ടോ ബ്ലേഡ് ആകാൻ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇത് റിജക്റ്റ് ആകുന്നതാണ്. റിജക്റ്റ് ആകാനുള്ള മെയിൻ കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലാതിരിക്കുക, ഇമേജ് ബ്ലേഡ് ആകുക, ഓൾ ഷീറ്റ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ഏതെങ്കിലും കാഷ്വൽ ഡ്രസ്സിൽ, അതായത് ഡാർക്ക് ഗ്ലാസസോ ഫുൾ ലെന്ത് ഫോട്ടോ, സൈഡ് ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് എഡിറ്റ് ചെയ്തെടുത്തത് ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റായി പോകും. അടുത്തതാണ് സിഗ്നേച്ചർ. സിഗ്നേച്ചർ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് 3 × 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിൽ നിങ്ങൾ സിഗ്നേച്ചർ ഇടുക. സിഗ്നേച്ചർ ഇടുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഡാർക്ക് പെന്നും കൊണ്ട്, ബ്ലാക്കോ ബ്ലൂവോ ഡാർക്ക് പെന്നും കൊണ്ട് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ടിടുക. ഇനിഷ്യൽ മാത്രം ഇടാൻ പാടില്ല, ഓവർ റൈറ്റിങ് പാടില്ല. അതിനുശേഷം നിങ്ങൾ അവർ പറഞ്ഞേക്കുന്ന അതേ സൈസിൽ ക്രോപ്പ് ചെയ്ത് സിസ്റ്റത്തിൽ സേവ് ചെയ്യുക.
നിങ്ങൾ സ്കാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് ആ പേപ്പർ തന്നെ സ്കാൻ ചെയ്തെടുക്കുക. സ്കാൻ ചെയ്യുമ്പോൾ ആ സിഗ്നേച്ചർ പാർട്ട്, അതായത് ആ ബോക്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ അകത്ത് ചെക്ക് ലിസ്റ്റ് നമ്മൾ ബിഫോർ അപ്ലോഡിങ് വാട്ട് ആർ തിങ്സ് വി ഹാവ് ടു ഫോക്കസ്, അതാണിത്. സിഗ്നേച്ചർ ക്ലിയർ ആയിരിക്കണം, ഓവർ റൈറ്റിംഗ് പാടില്ല, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇതിൻ്റെ സൈസ് 20x100 KB ആണ്. ഇമേജ് ഫോട്ടോഗ്രാഫ് പോലെ PNG JPG ഏതെങ്കിലും ഫോമാറ്റിലായിരിക്കണം. ഇത് ബ്ലേഡ് ആകാനും പാടില്ല. പ്രൊജക്റ്റ് ആകാനുള്ള മെയിൻ റീസൺസ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആകാതിരിക്കുക, ബ്ലേഡ് ഇമേജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഷീറ്റ് സ്കാൻ ചെയ്യുക, ഇവയൊക്കെയാണ് റിജക്റ്റ് ആകാനുള്ള കാരണങ്ങൾ. അടുത്ത തമ്പ് ഇംപ്രഷനാണ്. തമ്പ് ഇംപ്രഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ 4x3 cm ഉള്ള ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് പാടി പ്രസ് ചെയ്തിട്ട് ഈ തമ്പ് ഇംപ്രഷൻ എടുക്കുക. തമ്പ് ഇംപ്രഷൻ എടുക്കുമ്പോൾ കംപ്ലീറ്റ് പാർട്ട് അതിൻ്റെ അകത്ത് ഫിക്സ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഫോട്ടോ എടുത്ത് അത് ക്രോപ്പ് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് ആ പാർട്ട് മാത്രം ഫോക്കസ് ചെയ്ത് അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ചെക്ക് ലിസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത് തമ്പ് പ്രിൻ്റ് ക്ലിയർ ആയിരിക്കണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, 20x100 KB ആയിരിക്കണം. ഇതിൻ്റെ ഇമേജ് JPG PNG ഇതൊക്കെ ആയിരിക്കണം. അത് ബ്ലേഡ് ആകാൻ പാടില്ല. റിജക്റ്റ് ആവാനുള്ള കാരണങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകാതിരിക്കുക, ബ്ലേഡ് ഇമേജ്, ഓൾഡ് ഷീറ്റ് സ്കാൻ ചെയ്യുക. ഇനി നമുക്ക് മെയിനായിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയാണ്, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് എയിംസിൽ ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, മെഡിക്കൽ ടെക്നോളജി, ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ്, ഡെൻ്റൽ ഹൈജീൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് നഴ്സിംഗ്, എയിംസ് ഭുവനേശ്വർ BSc മെഡിക്കൽ ലാബ് ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ, മെഡിക്കൽ ടെക്നോളജി ആൻഡ് റേഡിയോഗ്രാഫി, ഋഷികേശിൽ അനസ്തേഷ്യ ടെക്നോളജി, യൂറോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, റേഡിയോതെറാപ്പി, സ്ലീപ്പ് ലാബ് ടെക്നോളജി, then respiratory therapy, neuro monitoring, orthopedic surgery, medical lab technology, dental hygiene, dental operating room assistant, BSc optometry. ഇത്രയും ഈ കോഴ്സുകളൊക്കെയാണ് കോമൺലി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ പാരാമെഡിക്കൽ കോഴ്സസ്. BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സിനും നിങ്ങൾക്ക് ഒരേ സമയം അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് 2 കോഴ്സായിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾ 2 ആപ്ലിക്കേഷൻ ഫോമും 2 പേയ്മെൻറ്റും നടത്തേണ്ടതാണ്. ഇതിൽ CBT എക്സാമിനും ഡിഫറൻസ് ഉണ്ട്. BSc നഴ്സിംഗിൻ്റെ CBT എക്സാം 1 ജൂണും പാരാമെഡിക്കലിൻ്റെ BSc എക്സാം 28 ജൂണുമാണ്. ഇതിൻ്റെ ടൈം ഡ്യൂറേഷനിലും വ്യത്യാസം ഉണ്ട്. വൺസ് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷനിൽ ഫോട്ടോഗ്രാഫും തമ്പ് ഇംപ്രഷനും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ആ പ്രിസ്ക്രൈബ്ഡ് അവരുടെ റിക്വയർഡ് സൈസാണ് ഫോമാറ്റിലാണെങ്കിൽ അത് ഗ്രീൻ ടിക്ക് വീഴുന്നതാണ്.